പ്രധാനപ്പെട്ട വാർത്ത തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനിരിക്കെ ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രി ചമ്പൈ സോറൻ ബിജെപിയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് സൂചന. 6 MLA-മാരുമായി സോറൻ ഡൽഹിയിലെത്തിയിട്ടുണ്ട്. बच्ची रहता है उससे देखने के लिए आए हैं. अपना निजी काम है, दिल्ली आना जाना होते रहता है. आज भी हम आए हैं. अभी हम जहाँ पर है वहीं पर है. देखिए हमने बोल दिया जहाँ पर अभी है वहीं पर है. हमने बोल दिया हम निजी काम के लिए काम में आए हैं और हम जहाँ पर है वहीं पर है. ആർ കിരൺ ബാബു ചേരുന്നു നാഷണൽ ഡെസ്കിൽ നിന്ന്. കിരൺ, ഇതൊരു വല്ലാത്ത നീക്കമായി കരുതുന്നു, പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കെ ഈ സൂചന അത് വിശ്വസിക്കേണ്ട സാധ്യത തന്നെയാണോ? എൽദോ, എന്തായാലും നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത് ഇപ്പോൾ ഞാൻ എവിടെയാണോ അവിടെ തന്നെയാണ്, ഇപ്പോൾ ഞങ്ങൾ എവിടെയാണോ അവിടെ തന്നെയാണ്. ഈ വാക്കുകളാണ് അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്, അവിടെ നിന്ന് മാറിയിട്ടില്ല എന്ന്. പക്ഷേ ഇത് അഭ്യൂഹങ്ങൾ മാത്രമാണ്. കഴിഞ്ഞ ദിവസവും അദ്ദേഹം പ്രതികരിച്ച് അങ്ങനെയാണ്, അഭ്യൂഹങ്ങളാണ്. അഭ്യൂഹങ്ങളോട് യെസ് എന്നോ നോ എന്നോ പറയാൻ, അല്ലെങ്കിൽ ശരിയെന്നോ തെറ്റെന്നോ പറയാൻ താനില്ല എന്ന തരത്തിലായിരുന്നു പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ചമ്പൈ സോറൻ കഴിഞ്ഞ കുറച്ചു കാലമായി തന്നെ JMMന്റെ ഔദ്യോഗിക നേതൃത്വമായി, പ്രത്യേകിച്ച് ഹേമന്ത് സോറനുമായി അത്ര നല്ല ബന്ധത്തിലല്ല ഉണ്ടായിരുന്നത്. ഹേമന്ത് സോറനെ ED കേസുണ്ടാവുകയും ഭൂമി കുംഭകോണവുമായി ED കേസുണ്ടാവുകയും ആ സമയത്താണ് അദ്ദേഹത്തിന് ജയിലിൽ പോകുന്നതിന് തൊട്ട് മുമ്പാണ് അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചത്. അതേ തുടർന്നാണ് ചമ്പൈ സോറനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുന്നത്. അതിനുശേഷം ഹൈക്കോടതിയിൽ നിന്ന് ഹേമന്ത് സോറന് ജാമ്യം കിട്ടുകയും ആ സമയത്ത് ഹേമന്ത് സോറൻ വീണ്ടും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുകയും ചമ്പൈ സോറൻ അന്ന് രാജിവെക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ ഇടക്കാലത്ത് മുഖ്യമന്ത്രി സ്ഥാനം കിട്ടുകയും അദ്ദേഹത്തെ പിന്നീട് ജാമ്യം കിട്ടിയപ്പോൾ തന്നെ ഒഴിവാക്കുകയും ചെയ്തതിൽ അദ്ദേഹത്തിന് ചെറിയ രീതിയിലുള്ള അസംതൃപ്തി ഉണ്ടായിരുന്നു. പിന്നീടായാലും ആ അസംതൃപ്തി വലുതാകുകയും 6 MLA-മാർ ഇപ്പം അദ്ദേഹത്തിനൊപ്പമുണ്ട് എന്നുള്ളതാണ് സൂചന. ഈ 6 MLA-മാരുമായും JMMന്റെ നേതൃത്വം ബന്ധപ്പെടാൻ പലതവണയായി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവർക്കൊന്നും ഇതുവരെ ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ല എന്നതും ഇതിൻ്റെ ഇവർക്ക് മറ്റേതെങ്കിലും തരത്തിലുള്ള വിമത നീക്കത്തിനുള്ള ശ്രമമാണ് എന്നതിന് വ്യാഖ്യാനത്തിന് അല്ലെങ്കിൽ അത്തരം സൂചനകളെ ശക്തമാക്കുന്നതാണ്. എന്തായാലും ഡൽഹിയിലെ എത്തി BJP നേതാക്കളുമായി ഇവർ കാണുമെന്നും BJPയിലേക്ക് ചേരുകയോ അല്ലെങ്കിൽ BJPയുമായി ബന്ധപ്പെട്ട് മറ്റേതെങ്കിലും പാർട്ടി പിളർത്തൽ അടക്കമുള്ള നീക്കങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതയും ഇപ്പോൾ പൂർണ്ണമായും തള്ളിക്കളയാൻ കഴിയില്ല. എന്തായാലും JMMന്റെ നേതൃത്വവുമായി ചമ്പൈ സോറനും ഈ കൂടെ നിൽക്കുന്ന 6 MLA-മാരും അത്ര നല്ല ബന്ധത്തിലല്ല. പ്രത്യേകിച്ച് ജാർഖണ്ഡിലെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സ്ഥിതി പരിശോധിച്ചാൽ ഈ വർഷം അവസാനമോ അല്ലെങ്കിൽ അടുത്ത വർഷം ആദ്യമോ അവിടെ തെരഞ്ഞെടുപ്പ് നടക്കേണ്ടതാണ്. ഉടൻ തന്നെ ആ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലേക്ക് ജാർഖണ്ഡ് കടക്കുകയാണ്. അങ്ങനെ ഒരു സമയത്ത് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥികൾ JMMും കോൺഗ്രസും RJDയും അടക്കം ഒരു സഖ്യമായി മത്സരിക്കുകയും BJPയും അതോടൊപ്പം തന്നെ ഓൾ ഇന്ത്യ ജാർഖണ്ഡ് സ്റ്റുഡൻസ് യൂണിയനുമാണ് ഒരു സഖ്യമായി മത്സരിച്ചത്. അപ്പോൾ ആ സമയത്ത് പ്രധാനമായും BJP മുന്നണിക്കായിരുന്നു കൂടുതൽ സീറ്റ് ലഭിച്ചിരുന്നത്. 9 സീറ്റ് BJP മുന്നണിക്ക് ലഭിച്ചപ്പോൾ 5 സീറ്റ് മാത്രമാണ് JMMന്റെ മുന്നണിക്ക് ലഭിച്ചത്. BJPക്ക് 8 സീറ്റുകളും ഓൾ ഇന്ത്യ ജാർഖണ്ഡ് സ്റ്റുഡൻസ് യൂണിയന് 1 സീറ്റും ലഭിച്ചപ്പോൾ ഈ കോൺഗ്രസിന് 2ഉം JMMന് 3 സീറ്റുമാണ്. CPI-MLനും RJDക്കും ആ സീറ്റുകളൊന്നും ലഭിച്ചിരുന്നില്ല. അവിടെ നേരിയ മേൽക്കൈ ഇപ്പോഴും ഉള്ളത് BJPക്കാണ് കഴിഞ്ഞ ലോക്സഭയിലേക്ക് അടക്കം. എന്നാൽ നിയമസഭയിൽ അത് തിരിച്ചുപിടിക്കാൻ കഴിയും എന്നുള്ള വലിയ പ്രതീക്ഷയിലാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആ തരത്തിൽ കഴിഞ്ഞിരുന്നത് കോൺഗ്രസ് JMM സഖ്യത്തിന്. അതിലാണ് ഈ CPI-MLനും RJDയും അടക്കമുള്ള പാർട്ടികളൊക്കെ വരുന്നത്. ഇവരുടെ എല്ലാം സഖ്യത്തിന് തിരിച്ചുപിടിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു. അവിടെയാണ് ഒരു പ്രധാനപ്പെട്ട മൂവ് BJP നടത്തിയിരിക്കുന്നത്. മുമ്പ് എങ്ങനെയാണോ പ്രധാനപ്പെട്ട പാർട്ടികളിൽ നിന്ന് പ്രധാന നേതാക്കളെയൊക്കെ അടർത്തി മാറ്റിക്കൊണ്ട് BJPയിലെത്തിക്കുകയോ അല്ലെങ്കിൽ ബദൽ പാർട്ടി രൂപീകരിക്കുകയോ ചെയ്യുന്നത്, അത്തരത്തിലേക്ക് ഒരു നീക്കമാണ് ചമ്പൈ സോറൻ വഴി BJP നടത്തുന്നത് എന്ന് വേണം കരുതാൻ. ശിവരാജ് സിംഗ് ചൗഹാനുമായി നേരത്തെ തന്നെ അടുത്ത ബന്ധമുള്ള ആളാണ് ചമ്പൈ സോറൻ. അദ്ദേഹവുമായി പലതവണ ഇതിനിടയ്ക്ക് കൂടിക്കാഴ്ചകൾ നടത്തിയിരുന്നു. അതെല്ലാം ഇത്തരം കൂടിക്കാഴ്ചകൾ എന്തെങ്കിലും പാർട്ടി പിളർത്തുന്നതുമായി ബന്ധപ്പെട്ടൊന്നുമല്ല, അത് മറ്റ് ഔദ്യോഗിക ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട കൂടിക്കാഴ്ചകൾ മാത്രമായിരുന്നു എന്നുള്ള വിശദീകരണമാണ് ചമ്പൈ സോറൻ നേരത്തെ തന്നെ നൽകിയിരുന്നത്. എന്തായാലും വളരെ ആകാംക്ഷ മുറ്റുന്ന ഒരു അന്തരീക്ഷത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇപ്പോൾ തൽക്കാലത്തേക്ക് നിഷേധിച്ചെങ്കിലും അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് താൻ BJPയിലേക്ക് പോകില്ല എന്നൊന്നും പറയുന്നില്ല. ഞങ്ങളിപ്പോൾ എവിടെയാണോ അവിടെ തന്നെയാണ് എന്നാണ് പറയുന്നത്. നിലവിൽ അവിടെ തന്നെയാണ്. നാളെ എവിടേക്കെങ്കിലും മാറും എന്നുള്ള കാര്യത്തിൽ നിഷേധിക്കാൻ പോലും അദ്ദേഹം തയ്യാറായിട്ടില്ല. സ്വാഭാവികമായും അത്തരമൊരു രാഷ്ട്രീയ നീക്കം എന്തായാലും തലസ്ഥാനത്ത് നടക്കുന്നുണ്ട് എന്ന് വേണം കരുതാൻ. റൈറ്റ്, ആർ കിരൺ ബാബുവാണ് വിവരങ്ങൾ നൽകി. എന്നുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ സജീവമാണ്. പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ജാർഖണ്ഡിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് ആകാംക്ഷയുടെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നു ചമ്പൈ സോറനും. ഒപ്പം 6 MLA-മാരുമാണ് ഇപ്പോൾ നിലവിൽ ഡൽഹിയിലുള്ളത്. BJP നേതൃത്വവുമായി അവർ കൂടിക്കാഴ്ച നടത്തി BJPയിലേക്ക് ചേക്കേറുമെന്നുള്ള സൂചനകളാണ് കിരൺ ബാബു പങ്കുവയ്ക്കുന്നത്. കർണാടകയിലെ